ആദരണീയനായ അധ്യക്ഷൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബാബു പറശ്ശേരി, നമ്മുടെ പ്രിയപ്പെട്ട ബാലുശ്ശേരി MLA ശ്രീ പുരുഷൻ കടലുണ്ടി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യയായ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രൂപരേഖ കുമ്പലാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി VK ഷീബ, ഈ വിദ്യാലയത്തിലെ PTA പ്രസിഡന്റ് ശ്രീ മുസ്തഫ താരകല, ഈ പരിപാടികൾക്കെല്ലാം ഇവിടെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ശ്രീ MK ഗണേശൻ മാസ്റ്റർ, ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, വിദ്യാലയത്തിലെ PTA മെമ്പർമാരെ, സഹപ്രവർത്തകരെ, ഈ വിദ്യാലയത്തിലെ മറ്റ് വിജയകാംക്ഷികളെ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ദിവസമാണിന്ന്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാനായ മുഖ്യമന്ത്രി കേരളത്തെ പൊതുവിദ്യാഭ്യാസത്തെ ഒരുപക്ഷെ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കോവിഡ് കാലമായതുകൊണ്ടായിരിക്കാം നമുക്കെല്ലാം ആ പരിപാടി നേരിട്ട് കാണാൻ കഴിഞ്ഞു. കേരളം മൊത്തം ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഹാളിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നതെങ്കിലും കൊക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാണ്ട് 2000-ഓളം കുട്ടികൾ ഈ സമയത്ത് തന്നെ യൂട്യൂബിൽ ഈ പരിപാടി കാണുന്നുണ്ട് എന്നുള്ള വിവരം വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ഞാൻ അറിയിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു അനുബന്ധ പരിപാടി എന്ന നിലയിൽ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഡിജിറ്റൽ പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് തന്നെ വളരെ മുമ്പേ ഓടിയ ഒരു നിയോജക മണ്ഡലമാണ് ബാലുശ്ശേരി. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുകയും സംസ്ഥാന അംഗീകാരം നേടുകയും ചെയ്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സാരഥിയുമാണ് ഇവിടെ ഉള്ളത്. രണ്ടുപേരും വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെ വളരെ ആദരവോടുകൂടി നോക്കിക്കാണുകയാണ്. രണ്ടുപേരും അതോടൊപ്പം തന്നെ കലാകാരന്മാരാണ്. രണ്ടുപേരും നാടക പ്രവർത്തകരാണ്. ഒരാൾ നാടക രചയിതാവാണെങ്കിൽ മറ്റേയാൾ പ്രൊഫഷണൽ നാടക നടനാണ്. അങ്ങനെ സമാനതകളുള്ള രണ്ട് വിശിഷ്ട വ്യക്തികളാണ് ഈ വേദിയിൽ ഉള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വളരെ ശ്രദ്ധേയനായ നാടക കലാകാരനും വളരെ ദീർഘവീക്ഷണത്തോടുകൂടി, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊരു ഡിജിറ്റൽ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി ഇതിന്റെ കറണ്ട് ചാർജൊക്കെയാണ്. അതൊക്കെ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഹൈസ്കൂളുകളൊക്കെ സൗരോർജ്ജ പാനൽ വിതരണം ചെയ്തുകൊണ്ട് വളരെ മികച്ച പ്രവർത്തനങ്ങൾ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നടപ്പാക്കിയ ജില്ലാ പഞ്ചായത്ത് സാരഥിയാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. എല്ലാവിധ സ്നേഹാദരങ്ങളോടും കൂടി ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ബാലുശ്ശേരി നിയോജക മണ്ഡലം MLA ആണ്. കഴിഞ്ഞ ടേമിൽ തന്നെ എൻ്റെ സ്കൂൾ പദ്ധതിയിലൂടെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് എൻ്റെ സ്കൂൾ എന്ന ഒരു വാക്ക് MLA ആണ് അന്ന് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സ്കൂളുകളിൽ കൊണ്ടുവന്നത്. അങ്ങനെ അന്ന് തന്നെ അക്കാദമിക് മാസ്റ്റർ പ്ലാനും അതുപോലെ തന്നെ ഭൗതികമായ പദ്ധതികൾക്കുള്ള വിശദമായ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിക്കൊണ്ടാണ് പദ്ധതികൾ മുന്നോട്ട് പോയത്. ഇന്ന് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ 107 വിദ്യാലയങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഹൈടെക് ആവുന്നത്. ഇതിനുവേണ്ടി വിശദമായ കണക്കൊക്കെ ബഹുമാനപ്പെട്ട MLA പറയും. ഇതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിൽ ഏതാണ്ട് 1086ഓളം ലാപ്ടോപ്പുകൾ, 600ഓളം പ്രോജക്ടറുകൾ, അതുപോലെ തന്നെ DSLR ക്യാമറ, വെബ് ക്യാം, അതുപോലെ തന്നെ സ്ക്രീൻ പ്രിന്ററുകൾ, USB സ്പീക്കർ തുടങ്ങി ഒരുപാട് അനുബന്ധ ഉപകരണങ്ങളും ഭൗതിക സൗകര്യങ്ങളും സമാഹരിച്ചുകൊണ്ടാണ് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ 107 വിദ്യാലയങ്ങൾ ഹൈടെക് ആവുന്നത്. അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത
അത് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൽ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പങ്കെടുക്കുക, എല്ലാ വിദ്യാലയങ്ങളിലും കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിലേക്ക് ഇങ്ങനെ പോയപ്പോൾ MLA പറഞ്ഞു, ഇവിടെ ഞാൻ വന്നിട്ടില്ല എന്ന് തോന്നുന്നല്ലോ, സ്കൂൾ എത്തിയപ്പോൾ പറഞ്ഞു ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു നിയോജക മണ്ഡലത്തിൽ എല്ലാ മുക്കും മൂലയിലുമുള്ള സ്കൂളുകളിൽ ഒരു പരിപാടിയിലേക്കും പങ്കെടുക്കുകയും കുട്ടികളോടൊക്കെ സംസാരിക്കുകയും ചെയ്ത ഏറ്റവും കൂടുതൽ തുക നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞതാണ് വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചെലവാക്കിയ. അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏറ്റവും ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട ബാലുശ്ശേരി MLA ശ്രീ കൃഷ്ണൻ കടലിന്റെ അവരുടെ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാലുശ്ശേരി സബ് ജില്ല വെച്ചാണ് ഞാൻ പറയുന്നത്, സബ് ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളുടെ മറ്റ് 1-2 ഉള്ളേരി, അതുപോലെ തന്നെ ഉണ്ണികുളം പഞ്ചായത്തുകളെ പോലെ തന്നെ LSSന്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിക്കുന്ന ബഹുമാനിയായ ശ്രീമതി രൂപരേഖ കൊമ്പുരാടിനെ വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയായ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി VK ഷീബയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കോക്കല്ലൂർ വിദ്യാലയം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ ഒട്ടനവധി പുരസ്കാരങ്ങളുടെ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാലയമാണ് കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. വളരെ ശക്തമായ ഒരു PT ആണ് ഈ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെറും 2 ദിവസമാണ് ഈ പരിപാടിക്ക് വേണ്ടി ഒരു ഫോൺ കോളായിരിക്കും മിക്കവാറും MLAയുടെ ഓഫീസിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടാവുക. അതൊരു ധൈര്യമാണ്. കോക്കല്ലൂർ സ്കൂൾ പരിപാടി അത് വളരെ ഭംഗിയായി നടക്കുമെന്നുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ശക്തമായ PTAയുടെ നായകൻ ശ്രീ മുസ്തഫ താരകലയെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിനൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ചുക്കാൻ പിടിക്കുന്ന ആള് ഗണേശൻ മാഷാണ്. ഗണേശൻ മാഷെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുമ്പോഴും ഒന്ന് ഓർക്കണം, ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവാണ്. അതോടൊപ്പം തന്നെ APJ അബ്ദുൽ കലാം പുരസ്കാരം കൂടി ഗണേശൻ മാഷ് നേടിയിട്ടുണ്ട്. 2 പുരസ്കാരങ്ങളാണ് ഗണേശൻ മാഷ് നേടിയത്. നമുക്ക് ഇന്ന് ഒരു കോവിഡ് കാലമായതുകൊണ്ട് അതിന്റെ സന്തോഷം പങ്കിടാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഏതായാലും ഈ വിദ്യാലയത്തിൽ വളരെ നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തുടർച്ചയാണ്. വിദ്യാലയത്തിൽ ഗണേശൻ മാഷ് വന്നതോടുകൂടി അതിന്റെ ഒരു ഗതി മാറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഗണേശൻ മാഷെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു ഔപചാരികതയുടെ പേരിൽ ഗണേശൻ മാഷാണ് ഇതിന്റെ മൊത്തം നിയന്ത്രിക്കുന്നത്. അതേപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മറ്റ് ഈ BRCയിൽ നിന്ന് ശിവ ടീച്ചറുണ്ട്, മാധ്യമ സുഹൃത്തുക്കളുണ്ട്, PTA ഉണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ഇങ്ങനെ ഒരു മഹത്തായ ചടങ്ങ് നടക്കുന്ന ഈ വേദിയിൽ മറ്റൊരു അവാർഡ് വിതരണ ചടങ്ങ് കൂടി സന്തോഷപൂർവ്വം നടത്തുന്നുണ്ട്. AC ഷൺമുഖദാസിന്റെ സിൽവർ ജൂബിലി ട്രസ്റ്റ് നൽകുന്ന മികച്ച വിദ്യാർത്ഥിനിക്കൊരു ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി മിടുക്കിയായ നന്ദന PR ഇവിടെ എത്തിയിട്ടുണ്ട്. നന്ദന PRനെ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദന PRന് ആ ഉപഹാരം കൊടുക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷനാണ്. അധ്യക്ഷനോട് ആ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് AC ഷൺമുഖദാസ് സിൽവർ ജൂബിലി ട്രസ്റ്റ് നൽകുന്ന മികച്ച വിദ്യാർത്ഥിനിക്കുള്ള ഉപഹാരം ഏറ്റുവാങ്ങാൻ എത്തിയ പ്രിയപ്പെട്ട നന്ദന PRനെയും നന്ദന PRന്റെ അമ്മയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ഹാളിൽ എത്തിച്ചേർന്ന എല്ലാവരെയും, അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തിലെ 2000-ലധികം കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും മറ്റ് ഈ വിദ്യാലയത്തിലെ അഭ്യുദയകാംക്ഷിയുടെ വിദ്യാഭ്യാസ പ്രവർത്തകരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലെ അതോടൊപ്പം തന്നെ കൈറ്റിന്റെ പ്രതിനിധിയെ ഇവിടെ എത്തിച്ചേർന്ന വ്യക്തിയെയും ഇതിന് വേണ്ട സാങ്കേതിക സഹായം ചെയ്യുന്ന കൈറ്റിലെ വിഷ്ണുവിനെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ തുടർ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് സാരഥി ശ്രീ ബാബു വർശ്ശേരി ക്ഷണിക്കുന്നു. ഉദ്ഘാടകൻ ബാലുശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ ആദരണീയനായ MLA കൃഷ്ണൻ കടലുണ്ടി, വേദിയിൽ സംബന്ധിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപരേഖ കൊമ്പുരാട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശിവ, PTA പ്രസിഡന്റ് മുസ്തഫ താരകല, പുരസ്കാരങ്ങളുടെ നിറവിൽ ഇപ്പോഴും ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഗണേശൻ മാഷ്, ഈ സ്കൂളിൻ്റെ ഒരു സർവവിധ പ്രവർത്തനത്തിൻ്റെയും ഒരാൾരൂപമായ പ്രമോദ്, ഇവിടെ സംബന്ധിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, വളരെ 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 സന്തോഷകരമായ
ഒരു ധന്യമുഹൂർത്തത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രഘുനാഥ് പറഞ്ഞതുപോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയാണ് നമ്മൾ. ഇതിൻ്റെയൊക്കെ നേട്ടം കൊയ്തെടുക്കാൻ പോകുന്നത് വരും വർഷങ്ങളിലാണ്. വിത്തിട്ട് കഴിഞ്ഞു, അത് കതിരായി കൊയ്തെടുക്കാൻ കഴിയും. ഒന്നിനൊന്നിന് മികച്ച ലോകോത്തര നിലവാരമുള്ള പുത്രന്മാരെയും പുത്രിമാരെയും സൃഷ്ടിക്കുന്ന ഭാവനാസമ്പന്നമായ ഒരു പ്രവർത്തനമാണ് ഈ സംസ്ഥാനത്ത് നിർവഹിക്കുന്നത്. എല്ലാ ക്ലാസ് മുറികളെയും ഡിജിറ്റലൈസ് ചെയ്തു. 45,000 ക്ലാസ് മുറികൾ. ഇതിനെ പുറമെ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങളിൽ സ്മാർട്ട് ക്ലാസുകൾ ഒരുക്കി അവിടെ സജ്ജീകരണങ്ങളും എല്ലാം നടത്തി. പറയുന്ന വാക്ക് പാലിക്കുകയും അത് നിർവഹിക്കുകയും ഇതാ ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു എന്ന് മാലോകരുടെ മുമ്പിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത്. അതെല്ലാവർക്കും സാധ്യമാവാത്തതാണ്. എന്നാൽ ഇപ്പോൾ അത് സാധ്യമായിരിക്കുകയാണ്. ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതെല്ലാം ജലരേഖ പോലെ മാഞ്ഞു പോകാറുമുണ്ട്. പിന്നെ ആരും അതിനെക്കുറിച്ച് ഓർക്കാതെ പോലുമില്ല. ഇതങ്ങനെയല്ല. പ്രഖ്യാപിക്കുന്നു, പ്രഖ്യാപിച്ചത് നടപ്പിലാക്കുന്നു, നടപ്പിലാക്കിയത് ജനമധ്യത്തിൽ വന്ന് ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്ത് അവരുടെ മുമ്പാകെ തുറന്നു. ഇതൊരു വിദ്യാഭ്യാസ വിപ്ലവമാണ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ മന്ത്രി പദവിയുടെ കാലഘട്ടത്തിന് ശേഷം പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ഇതിനെല്ലാം നേതൃത്വം ഏറ്റെടുത്ത വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ചെയർമാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇതൊന്ന് പൂർണ്ണമാവുകയാണ്. ക്ലാസ് മുറികളെ ഡിജിറ്റലൈസ് ചെയ്യുക മാത്രമല്ല, ഭൗതിക സൗകര്യ വികസനത്തിന് വേണ്ടി ഫണ്ടുകൾ അനുവദിക്കുന്നു. ഇപ്പോൾ ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ടായി, 25 വർഷമായി. ഈ 25 വർഷം 1 രൂപയുടെ പ്രവർത്തനം പോലും നടത്താൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പണം നൽകിയിട്ടില്ല. ഇത് ജില്ലാ പഞ്ചായത്തിന് കൈമാറി. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിക്കുന്നു. എംഎൽഎമാരുടെ കഴിവിനനുസരിച്ച് നല്ല തോതിൽ ഫണ്ട് വിനിയോഗിക്കുന്നു. സംസ്ഥാന സർക്കാർ 1/4 നൂറ്റാണ്ട് കാലം ഒരു പൈസയും ചെലവഴിച്ചിട്ടില്ല. അവിടെയാണ് കോടികൾ ഇപ്പോൾ ചെലവഴിക്കുന്നത്. ഇവിടെ 3 കോടി രൂപയുടെ കെട്ടിട സമുച്ചയം ഉയരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. അത് ഇതിന്റെ ഭാഗമാണ്. 5 കോടിയുടെ വികസനം എംഎൽഎയുടെ പദ്ധതിയുടെ ഭാഗമായി തന്നെ നടുവണ്ണൂരിൽ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞു. ഇതൊരു വലിയ മാറ്റമാണ്. ചെറിയതല്ല, വലിയതാണ്. എന്നിട്ടും മുഖം തെളിയാത്ത ചിലരെ കാണുമ്പോഴാണ് സങ്കടം. ഞാൻ ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ ഒരു അധ്യാപക സംഘടന ഇതിനെ അപലപിച്ച ഒരു പ്രസ്താവനയാണ് ഇത് വായിച്ചത്. അയാൾക്ക് ഏത് ലോകത്താണ്? ഇവിടെ ഗണേശ മാഷെ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകർക്ക് പറയാൻ കഴിയും. ഏതെങ്കിലും ഒരു എയ്ഡഡ് സ്കൂളിൽ പഴയ കെട്ടിടത്തിന് പകരം അടച്ചുറപ്പില്ലാത്തതുകൊണ്ട് ഒരു സ്കൂളിൽ എവിടെയെങ്കിലും ഇത് സ്ഥാപിക്കാൻ കഴിയാതെ പോയ പ്രശ്നം ഉണ്ടാവും. എയ്ഡഡ് ഗവൺമെന്റിലില്ല. KP എന്നങ്ങനത്തെ ഒരു പേരുള്ള അധ്യാപക സംഘടന ഇത്രയും വലിയ മികവാർന്ന ഒരു പ്രവർത്തനത്തിന്റെ അതിനെ ജ്വലിക്കുന്ന അന്തരീക്ഷത്തിന് മങ്ങലേൽപ്പിക്കാൻ എന്താണ് മാർഗം?
എന്ന് അധ്യാപക ലോകത്തെ ചിലരെങ്കിലും അങ്ങനെ ആലോചിക്കുന്നതോട് സങ്കടം എന്നേ പറയാൻ പറ്റും. മണ്ണെണ്ണ ഒരു തുള്ളി മതി, കൂടുതലൊന്നും വേണ്ട. വേറൊരു പത്രത്തിലും ഞാൻ ഇതേപോലെ ഒരു വാർത്ത വായിച്ചു. എന്തിനാണ് ഇതൊക്കെ? ഇതിനെ പ്രോത്സാഹിപ്പിക്കണ്ട, ഇത് വിപ്ലവകരമാണ് എന്ന് പറയണ്ട, ഇതാ ഇങ്ങനൊരു നല്ല കാര്യം നടക്കുന്നു, ഇനി നല്ലതൊന്നും പറയണ്ട. അപ്പൊ ഇത് വാക്കുകൾ പരതി നടന്ന് ഒന്നിന്റെ മികവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ദുഷ്പ്രവണതയുടെ മാധ്യമ വിചാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് അറിയുന്ന ആളുകൾക്കറിയാലോ, ഇവിടെ നടന്നു. കേരളത്തിൽ 40,000 ക്ലാസ് മുറികളിൽ നടന്നു. എനിക്കിത് നേരിട്ടറിയാം. ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിലെ കയറ്റ് കേന്ദ്രത്തിലാണ് ഈ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. അവിടെ വന്നാണ് എല്ലാവരും എടുത്തു കൊണ്ടുവന്നത്. എല്ലാ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലേക്കും ദിവസേന കയറ്റിറക്കുകാരുടെ തിരക്കായിരുന്നു. ഇവിടെ കയറ്റിറക്കുകാരെ വരാറുമില്ല, പ്രിൻസിപ്പാളും HM അധ്യാപകരും ആയിരുന്നു. അങ്ങനെ എല്ലാ സ്കൂളിലേക്കും എത്തി, അത് എത്തി പൂർണ്ണമായിരിക്കുന്നു എന്ന് നമ്മളിവിടെ പ്രഖ്യാപിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ജില്ലയിലൊരു നല്ല വിദ്യാലയമാണ് നമ്മുടെ കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചപ്പോൾ ആദ്യം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ച വിദ്യാലയമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. പുരോഗതിയുടെ ഇടയിലുള്ള ചില പ്രയാസങ്ങളൊക്കെ നമ്മുടെ ഗ്രൗണ്ടിലുണ്ട്. അത് പരിഹരിക്കപ്പെട്ടു പോകും. ഈ വലിയ ഒരു ആനയ്ക്ക് ഒരു നെറ്റിപ്പട്ടം കെട്ടുകയാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത്. ഇങ്ങോട്ട് കയറി വരുന്ന കവാടം ഇപ്പോൾ നിങ്ങൾ ചളി താണ്ടിയാണ് വന്നത്. അതൊക്കെ കോൺക്രീറ്റ് ചെയ്തു പോകും. ഈ സ്കൂളിന്റെ മനോഹാരിതക്ക് മകുടം ചാർത്തുന്ന രീതിയിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു ഗേറ്റ് അതിന് മുന്നിൽ ഞങ്ങൾ സ്ഥാപിച്ച് പണി പൂർത്തി. ഇവിടെയുണ്ട്, ബാലുശ്ശേരി ബോയ്സ് സ്കൂളിനുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ സ്കൂളിന് വലിയ പ്രാധാന്യം വരികയാണ്, വികസിക്കുകയാണ്. മണ്ണിട്ട സ്ഥലമുള്ള ഗ്രൗണ്ട് അത് നമ്മുടേതായിരുന്നില്ല. ജില്ലാ പഞ്ചായത്ത് വാടക കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങളാണ് വാടക കൊടുത്തോണ്ടിരുന്നത്. ആ വാടക കൊണ്ടിരിക്കുന്ന സ്ഥലം ഞാനൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വന്ന് പലവട്ട കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഉടമയിൽ നിന്ന് ചില ഭാഗങ്ങൾ അവർക്ക് കൊടുത്ത് ബാക്കിയൊക്കെ നമ്മൾ സ്വന്തമാക്കി. ആ സ്വന്തമാക്കിയ സ്ഥലത്ത് ഒരു മനോഹരമായ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള പ്രവർത്തനം നിന്നുപോയത് മണ്ണുകൊണ്ടാണ്. ഈ മണ്ണുകൊണ്ടാണ് ആ ഗ്രൗണ്ടിന്റെ നിർമ്മാണവും ജില്ലാ പഞ്ചായത്തിന് സൈഡൊക്കെ ഫെൻസിങ് ഇട്ട് നല്ല ഗ്രൗണ്ട് നിർമ്മാണം കൂടി ഇവിടെ നടക്കും. ഇത് പറയാൻ കുറച്ചുകൂടി കഴിഞ്ഞ കുട്ടികളോട് കൂടി ഇത് പറയാനിരിക്കും. കുട്ടികൾക്ക് നിന്നാണല്ലോ ലൈനിൽ പറയുന്നത്, അല്ലേ? ലൈവായിട്ടുണ്ടല്ലോ. അപ്പൊ കുട്ടികൾക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഗ്രൗണ്ടിന്റെ പണി കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്ന ആ മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ ഉടനെ അത് നടക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല മികച്ച ഒരു വിദ്യാലയത്തിൽ വെച്ച് ഇന്ന് എല്ലായിടത്തും ഒരുപോലെയാണ്, എല്ലാ സ്ഥലത്തും നിന്നും വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നിൻ്റെ മുഖം കാണിച്ച് പിന്നെ ഇങ്ങോട്ട് പോകുന്നതാണ്. എൻ്റെ ഡിവിഷന്റെ ഭാഗമായുള്ള സ്കൂൾ എന്ന നിലയ്ക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവിടെ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഗണേശൻ മാഷ് അവാർഡുകൾ ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മികച്ച പ്രവർത്തനം നടത്തുന്നതിന് മാതൃക അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഈ ഒരു പ്രവർത്തനം MLA-യുടെ പ്രവർത്തനം എന്നുള്ളതൊക്കെ എൻ്റെ വിദ്യാലയം എന്ന പരിപാടി അദ്ദേഹം നേരത്തെ തന്നെ തുടങ്ങി മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പൂരകമായാണ് സർക്കാരിൻ്റെ പരിപാടി കൂടി വന്നപ്പോൾ അത് സമ്പൂർണ്ണതയിലേക്ക് എത്തിയത്. ഇതിലെല്ലാം നേതൃത്വം വഹിച്ച സംസ്ഥാന സർക്കാരിനും MLA-ക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഒരു വിദ്യാർത്ഥിക്ക്, മികച്ച വിദ്യാർത്ഥിക്കുള്ള AC ഷൺമുഖദാസ് മെമ്മോറിയൽ ഉപഹാരം നൽകാനുണ്ട്. ആ ഉപഹാരത്തിന് അർഹത നേടിയ ബഹുമാനിയായ വിദ്യാർത്ഥി നന്ദന പിയ, അല്ലേ? എന്താ പേര്? നന്ദന പിയാർ എന്ന വിദ്യാർത്ഥിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഇവിടെ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ആദരണീയനായ എൻ്റെ പ്രിയപ്പെട്ട പുരുഷൻ കടവുണ്ടി MLA അവരെ ക്ഷണിക്കുന്നു.
അത് പറയാം. അതിന് കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു വർഷേരി, അദ്ദേഹം JC ഷൺമുഖദാസിന്റെ സിൽവർ ജൂബിലി ട്രസ്റ്റ് സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം നൽകുന്നുണ്ട്. ഏറ്റുവാങ്ങുന്ന നന്ദനപ്രിയ, സ്വാഗതം പറഞ്ഞ രഘുനാഥ് AEO, രൂപരേഖ മുതലാട് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഷീബ, മുസ്തഫ ഭാരവകല, ഗണേഷ് മാസ്റ്റർ. ഞാൻ വിശേഷണം പറയുന്നില്ല, എല്ലാവരും പറഞ്ഞു കഴിവുകൊണ്ട് പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ സംസാരിക്കരുത് പ്ലീസ്. മറ്റു കുട്ടികൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ പ്രഖ്യാപിക്കുന്നത് നടത്തുക എന്ന പുണ്യകർമ്മമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു നല്ല കാര്യം വരുമ്പോഴും അതിൻ്റെതായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതൊക്കെ അതേപടി അങ്ങ് തട്ടിക്കളയുക എന്നതിനുപരി അതിൽ കയറി പിടിക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സാമ്രാജ്യത്തിൻ്റെ അടിമകളായിരുന്ന ഒരു സമൂഹമാണ്. സാമ്രാജ്യത്തിൻ്റെ അടിമകൾ, നിരവധി അനുഭവങ്ങളുള്ള തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ മുന്നേ ഉള്ള തലമുറ പുതിയ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കേട്ടതാണ്. അവർക്ക് കാണാനുള്ളൊരു സൗകര്യം കൂടി ഒരുക്കി കൊടുക്കുകയാണ് ഈ അക്കാഡമിക് നിലവാരത്തിലേക്ക് ഉയരുന്ന സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന ഇത്തരം ഡിജിറ്റൽ ലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെനിക്ക് അഭിമാനമുണ്ട്. ഡിജിറ്റൽ പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പേ UP സ്കൂൾ ഡിജിറ്റലായി പ്രഖ്യാപിക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് ഒരു അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കേരളത്തിൽ ആദ്യമാണ് UP സ്കൂൾ ഡിജിറ്റലായി പ്രഖ്യാപിക്കുന്നത്. അത് ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നിട്ടാണ് 25 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ചാണ്. എന്തിനാണ് അത് ചെയ്തത്? എൻ്റെ സ്കൂൾ പദ്ധതി ഇവിടെ ആരംഭിച്ചപ്പോൾ പലർക്കും എൻ്റെ സ്കൂൾ പദ്ധതി തന്നെ MLA കൊടുക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ പക്ഷേ കാര്യമാണ്. അതൊക്കെ വിശദീകരിക്കൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വിശദീകരിക്കണ്ടേ? എൻ്റെ സ്കൂൾ പദ്ധതിയിലൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിന് ഭൗതിക സൗകര്യം മാത്രമല്ല അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയണം. അല്ലാതെ പ്രഖ്യാപിക്കുന്ന എന്നെ നടത്തി എന്ന് പറയുന്നതല്ല. അതാണ് 104 സ്കൂൾ 107 സ്കൂൾ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുകയും അത് ഇന്ന് പ്രഖ്യാപിച്ചതിന് എത്രയോ മുമ്പേ നമ്മുടെ TP രാമകൃഷ്ണൻ മിനിസ്റ്റർ, തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ മണ്ഡലത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. പക്ഷെ ഇത് നമ്മുടെ ഈ പ്രഖ്യാപനം നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താകെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകാപരമായി നടത്തുന്ന പ്രഖ്യാപനം എന്ന നിലയിൽ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി മണ്ഡല ഡിജിറ്റലൈസേഷനും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇവിടെ പാരമ്പര്യത്തിലും ജനാധിപത്യ ധാരണയും രൂപപ്പെട്ട മനസ്സാണ് നമ്മുടെ. ഇവിടെ നെന്മണി എന്താണ് എന്നറിയാത്ത കുട്ടികളുണ്ട്. നെല്ല് എവിടെയാണ് ഉണ്ടാവുന്നത് എന്നറിയാത്ത കുട്ടികളും നമുക്കുണ്ടായേക്കാം. അപ്പോൾ അതേസമയത്ത് വേണ്ടാത്തതിന് വേണ്ടി സമയം കളയുകയും വേണ്ടതിന് സമയം കിട്ടാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് ഉണ്ട്. അത് നിയന്ത്രിക്കേണ്ടത് അധ്യാപകരും വീട്ടിലുള്ള സുഹൃത്തുക്കളുമാണ്. പക്ഷെ ഇത് നിയന്ത്രിക്കാൻ കഴിയുമോ? ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ എങ്ങനെ ഈ ആധുനിക സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാഗ്രഹം കൊണ്ട് മൊബൈൽ മുഴുവൻ പഠിക്കുന്ന കുട്ടികളാണെന്ന് നമുക്കുള്ളത്. അപ്പോൾ ആവശ്യമായത് പഠിക്കാൻ അവരെ
അവർക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഡിജിറ്റൽ സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ധാരണയും ഉണ്ടാകുമ്പോൾ ചീത്ത വഴിക്ക് പോകാതെ സംരക്ഷിക്കപ്പെടും എന്ന ഒരു മേന്മ കൂടി ഈ പ്രഖ്യാപനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്വഭാവ രൂപീകരണം, പെരുമാറ്റ രീതി, കൂടുതൽ അറിവ് നേടാനുള്ള ജിജ്ഞാസ, ഇതൊക്കെ ഡിജിറ്റൽ ക്ലാസ്സുകളിൽ നിന്ന് ഇവർക്ക് സ്വായത്തമാക്കാൻ കഴിയും എന്നത് പറഞ്ഞു. ഞാൻ കൂടുതൽ പറയുന്നില്ല. ലോകോത്തര നിലവാരമുള്ള പദ്ധതികളാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈറ്റിൻ്റെ പ്രവർത്തനം നമുക്കറിയാം. നമ്മൾ 21 സ്കൂളിലാണ് 54 കോടി രൂപ, 52 എന്നാണ് എൻ്റെ എനിക്ക് അയച്ചു തന്നത്. 54 കോടി രൂപയാണ് നമ്മൾ ഒരു മണ്ഡലവും ഇതുവരെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത്ര വാങ്ങിയിട്ടില്ല എന്നുള്ളത് അവരുടെ മോശക്കല്ല, വേറെ രൂപത്തിൽ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞില്ല. നമുക്കത് കാരണം ഇത് ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമത്തിലുള്ളവർക്ക് എന്തൊക്കെ വികസനം വരുന്നത് എങ്ങനെയൊക്കെ ആയിത്തീരും എന്ന ഒരു ധാരണ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതായി വന്നു. ഒരു പ്രശ്നം നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കുക മാത്രമാണ് എന്ന ധാരണ നമുക്കുണ്ടായിരുന്നു. ഇല്ല, അത് പ്രയോഗത്തിൽ വരുത്താൻ കഴിയും എന്ന ധാരണയോട് കൂടിയാണ് 9 പാലങ്ങൾ, നമ്മൾ ഇതുവരെ കാണാത്ത നഗരത്തിൽ മാത്രം കണ്ടിരുന്ന റോഡുകൾ, ഇതൊക്കെ നമ്മുടെ മണ്ഡലത്തിൽ വരാൻ കഴിയുന്നത്. നമ്മളതുപോലെ തന്നെ ഭൂഗർഭ ശ്മശാനം ഇന്നലെ ഒന്നും വന്നു കഴിഞ്ഞു. ഭൂഗർഭ ശ്മശാനം. അപ്പൊ ഇന്നലെ എനിക്ക് നിരവധി ഫോൺ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പം ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. 7 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് ഈ സംഭവം. എന്തുകൊണ്ടത് നീണ്ടുപോയി? അപ്പൊ നമ്മൾക്ക് എൻ്റെ സ്കൂൾ പദ്ധതി പോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞാൽ അതൊരു മിഷനാണ്. ആ മിഷന്റെ ഭാവനാപൂർവമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് ഇത്തരം സ്കൂളുകളൊക്കെ സമ്പൽ സമൃദ്ധമായി മുന്നോട്ട് പോകുന്നത്. സമ്പൽ സമൃദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നലെ ആരും പ്രഖ്യാപിച്ചത് നമുക്ക് ഡിജിറ്റൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കേണ്ട സ്ഥിതി ഉണ്ട്. ഭക്ഷണം ആരും പട്ടിണി കിടക്കരുത് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആർജിക്കേണ്ടത് സാമൂഹ്യ ബോധമാണ്. ഈ സാമൂഹ്യ ബോധം ഇല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് സാമൂഹ്യ ബോധമുള്ളവരായി തീരുക, ജനങ്ങളെ ഇഷ്ടപ്പെടുന്നവരായി തീരുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ധാരണയോടുകൂടി, തെറ്റായ ധാരണയോടുകൂടിയല്ല, അത് യഥാർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി കുട്ടികളെല്ലാം ഈ വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസങ്ങൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഇതും കേരളത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിപ്പോൾ ഒക്കെ അറിയാം. കാരണം മറ്റു കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഡിജിറ്റൽ UP സ്കൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നിലവാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്തിനോട് പറയാനുള്ളത്, എല്ലാ സ്കൂളിലും 107 സ്കൂളിലും നിങ്ങൾ സൗരോർജ്ജം നൽകാനുള്ള പദ്ധതി തയ്യാറാക്കണം. ഒരു സ്കൂളിന് പോരാ, ചെയ്തു എന്ന് പറഞ്ഞൊരു കാര്യം വലിയ സ്കൂളിന് മാത്രം പോരാ, ചെറിയ സ്കൂളിനാണ് അത് വളരെ പ്രാധാന്യമുള്ളത്. വളരെ ചെറുത് മതി അല്ലേ, ചെറുത് വരെ വലിയ സാമ്പത്തിക അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി നമ്മൾ അവാർഡ് കൊടുത്തുകൊണ്ട് പ്രഖ്യാപിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് MLA പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാവർക്കും ചെയ്യാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള സ്കൂളില് ഗ്രാമപഞ്ചായത്തിന് ചെയ്യാം, ബ്ലോക്ക് പഞ്ചായത്തും ചെയ്യാം, MLA-മാർക്ക് ചെയ്യാം. നിങ്ങൾ അത് മാത്രം പറയണം. ഞാൻ 480 കിലോവാട്ട് വൈദ്യുതി ദിവസേന ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇവിടുന്ന് 15-20 ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുന്ന. അപ്പൊ അതിന്റെ ഗുണം എന്താ? ഞാൻ ഏറ്റവും ഉദാഹരണം പറയാൻ പറ്റുന്നത് എൻ്റെ ജില്ലാ പഞ്ചായത്ത്. അവിടെ വെച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ വൈദ്യുതി ബില്ല് 35,000 രൂപയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 300 രൂപ കൊടുക്കുന്നു. എത്ര ഗുണകരമാണ്? 25,000 ആയിരുന്നു.
ആയിരുന്നു. ഇപ്പോൾ എത്രയും കുറഞ്ഞു. 400. ഇങ്ങനെ ഈ ജില്ലയിൽ മുഴുവൻ അത് ഞങ്ങൾ എല്ലാ സെപ്റ്റംബർ മാസം കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ ഉത്പാദിച്ച വൈദ്യുതിയുടെ ചാർജ് കൂടുതലാണെങ്കിൽ അത് KSEB ഞങ്ങൾക്ക് എക്സ്ട്രാ പൈസയായിട്ട് കൊണ്ട് തരികയും ചെയ്യും. ഒരു വലിയ വരുമാനം, വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അപ്പം അത് ചെയ്യാം. ഞാനത് ഇവരെ പറഞ്ഞ് നല്ല സെൻസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവരും ഏതിപ്പം ചിലരോട് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം മാറ്റണം. പ്രസിഡന്റ് കാലാവധി ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ വീണ്ടുമൊക്കെ ഈ രംഗത്തൊക്കെ വരാനുള്ള ആളുകളുണ്ട്. അവരൊക്കെ അത് ശ്രദ്ധിക്കണം, അത് ചെയ്യണം. അത് നാട്ടിന് ഏറ്റവും വലിയ നന്മയായിരിക്കുന്ന അഭിപ്രായമാണ് എനിക്ക്. അദ്ദേഹം പ്രസിഡന്റ്, ഈ സംസ്ഥാനത്ത് ആദ്യമായി വൈദ്യുതിക്ക് വേണ്ടി 75 ലക്ഷം കൊടുത്ത MLA ആണ്. ഇത് വെറുതെ കിടക്കില്ല. ഈ ടെറസ് വെറുതെ കിടക്കാം. ഇത് നിരവധി പ്ലാന്റ് ഉണ്ടാക്കാം. അത് നമുക്ക് സ്കൂളിൽ വേണ്ട, അത് വിറ്റ് കാശ് വാങ്ങാൻ. അപ്പൊ അത് ചെയ്യേണ്ടതാണ്. ഞാൻ കൂടെ മറ്റേ അത് സൂചിപ്പിച്ചുകൊണ്ട് പറയേണ്ടി പറഞ്ഞുകൊണ്ടാണ്. നന്ദനക്കുള്ള സമ്മാനം ഈ ഷൺമുഖദാസിന്റെ പേരിലുള്ള സമ്മാനം ഞാൻ ഇവിടെ നൽകിയതിനു ശേഷം ഞാൻ പോകും. കോഴിക്കോട് കുതിരവട്ടത്ത് TB ക്ലിനിക്കിന്റെ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 മണിക്ക് നിർവഹിക്കുകയാണ്. ഞാനതിൽ പങ്കെടുക്കേണ്ടത്, അതുകൊണ്ടാണ് പോകുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഷൺമുഖദാസ് നേരത്തെ MLA അറിയും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഞാനിങ്ങനെ അടുത്തായി നിങ്ങളോട് പ്രസിഡന്റ് രൂപരേഖ മുന്നോട്ട് സംസാരിക്കും. അവർ അധ്യക്ഷം വഹിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബബ്ബു പറശ്ശേരിയുടെ ചടങ്ങിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ തുഷാർ കരുവള്ളിയോട് വേദിയിലുള്ള ബ്ലോക്ക് മെമ്പർ ശ്രീ VK ശിവ, അതുപോലെ തന്നെ PTA പ്രസിഡന്റ്, പ്രിൻസിപ്പൽ, ഇവിടെ സ്വാഗതം പറഞ്ഞ LDO, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകർ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ പ്രേമകൾ. നമ്മുടെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനം 11 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നത് നമ്മളെവരും ഇവിടെ നിന്ന് നേരിട്ട് കണ്ടിരുന്നു. അതിൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് നമ്മളിവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ബഹുമാനപ്പെട്ട MLA നമ്മുടെ എൻ്റെ വിദ്യാലയ പരിപാടിയിലൂടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ എത്തുകയുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ യജ്ഞ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷവും ദിവസവും കൈവന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടികളൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് ലൈവായിട്ട് നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷമുണ്ട്. ഈ ഒരു വലിയ ലോകത്തിലെ തന്നെ മാതൃകയായ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ച് അവസാനിക്കും. സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് മെമ്പർ ശ്രീമതി VK ശിവ. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരെ, ഇന്ന് ഏറെ സന്തോഷപ്രദമായ ഒരു നിമിഷത്തിലാണ് നമ്മുടെ സംസ്ഥാനം രാവിലെ 11 മണിക്ക് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ സ്കൂളുകളുടെ അന്താരാഷ്ട്ര നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ലാബ്, ലൈബ്രറി
സമ്പൂർണ്ണ വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വലിയ പ്രസിഡന്റ് ശ്രീ മുസ്തഫ ദാദ. പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ബാബു പറശ്ശേരി അവർ, പരിപാടിയുടെ ഉദ്ഘാടകനായ പ്രിയപ്പെട്ട MLA ശ്രീ കൃഷ്ണൻ കടലുണ്ടി അവർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രൂപരേഖ കൊമ്പുരാൻ, നമ്മുടെ പ്രിയപ്പെട്ട അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ ഷീബ, മറ്റ് പ്രിയപ്പെട്ടവർ. കൊക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നത്. ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് ബ്ലാക്ക് ബോർഡും ചോക്കും ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകർ ചെയ്ത പരിപാടികളെല്ലാം ഇന്ന് ഡിജിറ്റലായിക്കൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന പുതുതലമുറയ്ക്ക് ഏറ്റവും നൂതനമായ രൂപത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമുക്ക് ഇനി മുതൽ മുമ്പോട്ട് പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള പരിപാടികൾ നമുക്കറിയാം വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ തരത്തിലുള്ള നല്ല നല്ല പരിപാടികൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് കൊക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെയും പിന്തുണയും പിൻബലവും നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നേടിയെടുത്തുകൊണ്ട് നമ്മുടെ സ്കൂള് പരിപൂർണതയിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് മാത്രം ഈ സമയത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ചടങ്ങ് അവസാനിക്കുകയാണ്. ഇതിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സ്കൂളിലെ ഏറ്റവും വലിയൊരു പരിപാടിയാക്കി മാറ്റേണ്ട ഒരു ചടങ്ങായിരുന്നു. 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ സ്ഥാപനം, 100-ലേറെ അധ്യാപകർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അതുപോലെ തന്നെ ശക്തമായ PTA നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടോടുകൂടി വിപുലമായ ഒരു പരിപാടിയായിരുന്നു, നടക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ കുട്ടികൾ മുഴുവൻ വീടുകളിൽ ഇരുന്നുകൊണ്ട് ഈ പരിപാടി ലൈവായി കാണുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. വീട്ടിലിരിക്കുന്നതിന് ചില പ്രയാസങ്ങളൊക്കെ തന്നെ പല മേഖലയിലും കൊണ്ടു വരുന്നുണ്ട്. ഇതിനൊക്കെ അറിയാവുന്നത് വല്ലാത്ത പ്രയാസങ്ങൾ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. എന്നാലും കാലത്തിൻ്റെ ഈ ഒരു അപകടം മനസ്സിലായിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ തന്നെ സജീവമായി നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ ആശിക്കുന്നു. എന്തായാലും കേരള സംസ്ഥാനം വിപ്ലവകരമായ മാറ്റത്തിലേക്ക് പോവുകയാണ്. ഏതൊരു നാടിൻ്റെയും പുരോഗതി എന്ന് പറയുന്നത് വളർന്നു വരുന്ന പുതിയ തലമുറയെ ഏറ്റവും മികച്ച തലമുറയാക്കി മാറ്റാനുതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നേരത്തെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് കുട്ടികളെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഈ നാടിനുണ്ടാകുന്ന അഭിവൃദ്ധി. അതിന് വിദ്യാഭ്യാസ മേഖലയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള തത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാ ഗവൺമെൻറ്റുകളും ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത്. നമുക്ക് അഭിമാനിക്കാം. ഈ ഒരു കാലത്ത് ഇതിനോടൊപ്പം ചേരാനും ഇതിനകത്ത് പങ്കെടുക്കാനൊക്കെ സാധിച്ചതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. തീർച്ചയായും ബാലുശ്ശേരി മണ്ഡലത്തിൻ്റെ പരിപാടി ഞാൻ ഓരോരുത്തരായി എടുത്തു പറയുന്നില്ല. ജില്ലാ പഞ്ചായത്ത് ആയാലും ബാലുശ്ശേരി MLA ആയാലും നമ്മുടെ സ്കൂളിനോട് വളരെ നല്ല രീതിയിലുള്ള എന്താ പറയുക അടുപ്പമാണ് സൂക്ഷിച്ചു വരുന്നത്. PTA ശക്തമായ ഇടപെടൽ എല്ലാ കാലത്തും നമ്മോടൊപ്പം തന്നെയുണ്ട്. വിദ്യാഭ്യാസ പാഠ്യമേഖലയിൽ പാഠ്യേതര രംഗത്തൊക്കെ തന്നെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാലയം മാറിക്കഴിയുന്നുണ്ട്. മറ്റ് മണ്ഡലത്തിലെ മറ്റ് എല്ലാ സ്കൂളുകളും ആ നിലയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. എന്നാലും അതിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് നമ്മളാണ് ഇന്ന് എപ്പോഴും അതിൻ്റെ എന്താ പറയുക ഔന്നത്യത്തിലേക്ക് അതിൻ്റെ എന്താ പറയുക അടിസ്ഥാനപരമായ നമ്മുടെ
ഔന്നത്യം നിലനിർത്തിക്കൊണ്ട് മുന്നേറുന്നത് എന്ന് തന്നെ നമുക്ക് ആശിക്കാം. MLA അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ ചടങ്ങിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ബഹുമാനായ AEO, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രസിഡന്റ്, അതേപോലെ കൈറ്റ് പ്രതിനിധികൾ, HM, മറ്റ് PTA അംഗങ്ങളെ, പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് പ്രസിഡന്റിന്റെ അനുഭവത്തോടുകൂടി അവസാനിച്ചതായി അറിയിക്കുന്നു.